ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. ന്യൂഡൽഹിയിലെ കരിയപ്പ പരേഡ് ഗ്രൌണ്ടിൽ നടന്ന വാർഷിക എൻസിസി പിഎം റാലിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്തു. കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും രാജ്ഭവനും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇസഡ്+ സുരക്ഷ ഏർപ്പെടുത്തി. സിആർപിഎഫിനാണ് സുരക്ഷാ ചുമതല. നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് മുഖാമുഖങ്ങളും ജനകീയ സംവാദങ്ങളും തുടരുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ 23 വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് അടുത്ത മാസം 22-ന്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിന്റെ 109ാം പതിപ്പ് നാളെ. ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം അരീന സബലങ്കയ്ക്ക്. പുരുഷ ഡബിൾസിൽ രോഹൻ ബൊപ്പണ്ണ സഖ്യത്തിന് ആദ്യ ഗ്രാൻഡ്സ്ലാം കിരീടം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഡൽഹിയിലെ കരിയപ്പ പരേഡ് ഗ്രൌണ്ടിൽ നടന്ന വാർഷിക എൻസിസി പിഎം റാലിയിൽ പങ്കെടുത്തു. ഈ വർഷത്തെ റിപ്പബ്ലിക് ദിന പരേഡ് നാരീശക്തിയുടെ യഥാർത്ഥ സത്ത ഉയർത്തിക്കാട്ടിയതായി പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്നത്തെ റാലിയിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വൈബ്രന്റ് വില്ലേജുകളിലെ 400-ലധികം സർപഞ്ചുമാരും വിവിധ സ്വാശ്രയ സംഘങ്ങളിലെ 100-ലധികം സ്ത്രീകളും വിശിഷ്ട അതിഥികളായി പങ്കെടുത്തു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗും ചടങ്ങിൽ പങ്കെടുത്തു. 24 വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള 2200-ലധികം എൻസിസി കേഡറ്റുകളും യുവ കേഡറ്റുകളും ഈ വർഷത്തെ റാലിയുടെ ഭാഗമായിരുന്നു. കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ സുരക്ഷ കേന്ദ്രസേന ഏറ്റെടുത്തു. സിആർപിഎഫിനാണ് സുരക്ഷാ ചുമതല. ഗവർണർക്കും കേരള രാജ്ഭവനും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് സിആർപിഎഫിന്റെ ഇസഡ്+ സുരക്ഷ ഏർപ്പെടുത്തിയത്. കൊല്ലം നിലമേലിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് നേരെ എസ്എഫ്ഐയുടെ കരിങ്കൊടി പ്രതിഷേധത്തിനെ തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളെ തുടർന്നാണ് നടപടി. പ്രതിഷേധത്തിന് പിന്നാലെ വാഹനത്തിൽ നിന്നും ഗവർണർ റോഡിലിറങ്ങി പ്രതിഷേധിച്ചിരുന്നു. പ്രതിഷേധക്കാരെ സംരക്ഷിക്കുന്നത് പോലീസാണെന്നും അവർക്കെതിരെ കേസെടുക്കാതെ വാഹനത്തിൽ കയറില്ലെന്ന ഉറച്ച നിലപാടിനെ തുടർന്ന് പ്രതിഷേധക്കാർക്കെതിരെ കേസെടുത്ത് എഫ്ഐആർ രേഖകൾ കാണിച്ച ശേഷമായിരുന്നു ഗവർണർ മടങ്ങിയത്. കേരള പോലീസിനെ രാഷ്ട്രീയമായി നിയന്ത്രിക്കുന്നുവെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. തിരുവനന്തപുരത്ത് മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു ഗവർണർ. പോലീസിനെ ജോലി ചെയ്യാൻ സംസ്ഥാന സർക്കാർ അനുവദിക്കുന്നില്ലെന്നും തനിക്ക് ഇസഡ്+ സുരക്ഷ ഏർപ്പെടുത്തിയത് കേന്ദ്ര തീരുമാനമാണെന്നും ഗവർണർ പറഞ്ഞു. കേന്ദ്ര സർക്കാരിനെ വിവരം അറിയിക്കുക മാത്രമാണ് താൻ ചെയ്തതെന്നും ഗവർണർ വ്യക്തമാക്കി. കേരള ഗവർണർക്ക് സംരക്ഷണമൊരുക്കുന്നതിൽ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് പരാജയപ്പെട്ടതായി കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ. മുൻകൂട്ടി നിശ്ചയിച്ച പരിപാടിയിൽ പങ്കെടുക്കാനാണ് ഗവർണർ എത്തിയതെന്നും വഴിയിൽ പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെങ്കിൽ അത് ഗവർണറെ അറിയിക്കേണ്ടത് പോലീസിന്റെ ഉത്തരവാദിത്തമാണെന്നും അതിന് സാധിക്കുന്നില്ലെങ്കിൽ സംസ്ഥാനത്ത് ക്രമസമാധാന പ്രശ്നമുണ്ടെന്ന് പോലീസ് തുറന്നു സമ്മതിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഗവർണർക്കെതിരെയുള്ള കരിങ്കൊടി പ്രതിഷേധം രാഷ്ട്രീയ നാടകമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. മുഖ്യമന്ത്രിക്കെതിരെ കരിങ്കൊടി പ്രതിഷേധം നടത്തുന്ന കെഎസ്യു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസിനെയും ക്രിമിനലുകളെയും ഉപയോഗിച്ച് ക്രൂരമായി മർദ്ദിക്കുന്നുവെന്ന് അദ്ദേഹം ആരോപിച്ചു. അതേസമയം ഗവർണർക്കെതിരെ കരിങ്കൊടി പ്രകടനം നടത്താനുള്ള എല്ലാ സൌകര്യവും സർക്കാർ തന്നെ ചെയ്തു കൊടുക്കുന്നുവെന്നും ഗവർണർക്ക് സുരക്ഷ കൊടുക്കേണ്ട സർക്കാർ തന്നെ ഗവർണറെ വഴിയിൽ തടയാൻ വഴിയൊരുക്കുന്നത് രാഷ്ട്രീയ നാടകമാണെന്നും അദ്ദേഹം ആരോപിച്ചു. നവകേരള സദസ്സ് വൻ വിജയമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ഇത്രയും ജനപങ്കാളിത്തമുള്ള വേറെ ഒരു പരിപാടി കേരളത്തിൽ നടന്നിട്ടില്ല. നവകേരള സദസ്സിൽ ലഭിച്ചത് 6,42,076 പരാതികളാണ്. നവകേരള സദസ്സിലെ നിവേദനങ്ങൾ ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് കൈമാറി. പരാതികൾ പരിശോധിച്ച് നടപടി എടുക്കുന്നു. ജനകീയ സംവാദങ്ങളും മുഖാമുഖങ്ങളും തുടരുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @ARnews_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗത്തിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ എഡിറ്റോറിയൽ എക്സിക്യൂട്ടീവ്, ന്യൂസ് റീഡർ കം ട്രാൻസ്ലേറ്റർ മലയാളം എന്നീ വിഭാഗങ്ങളിലേക്ക് പ്രസാർ ഭാരതി അപേക്ഷകൾ ക്ഷണിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് newsonair.gov.in/vacancies എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക.
ഓൺലൈൻ അപേക്ഷകൾ application.prasarbharati.org എന്ന വെബ്സൈറ്റിൽ 2024 ഫെബ്രുവരി 8-നകം നൽകേണ്ടതാണ്. സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ 23 വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് അടുത്ത മാസം 22-ന് നടത്തുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ അറിയിച്ചു. ഇത് സംബന്ധിച്ച വിജ്ഞാപനം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ മറ്റന്നാൾ പുറപ്പെടുവിക്കും. നാമനിർദ്ദേശ പത്രിക ഫെബ്രുവരി 5 വരെ സമർപ്പിക്കാം. വോട്ടെണ്ണൽ 23-ന് നടക്കും. അഴിമതിമുക്തമായ സംസ്ഥാനമായി കേരളം മാറണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ സംഘടിപ്പിച്ച ഏകദിന RTI ശില്പശാല തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരളത്തെ അഴിമതിമുക്തമാക്കുന്നതിൽ സർക്കാർ ജീവനക്കാരും പൊതുജനങ്ങളും ഒരുപോലെ സഹകരിക്കണം. സ്വന്തം ഉത്തരവാദിത്തം നിറവേറ്റാൻ കൈക്കൂലി വാങ്ങില്ലെന്ന് സർക്കാർ ഉദ്യോഗസ്ഥർ സ്വയം നിശ്ചയിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നഗരപ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് സമഗ്ര പ്രാഥമിക ആരോഗ്യ പരിരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി സംസ്ഥാനത്ത് നഗര ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ സജ്ജമാകുന്നു. 380 നഗര ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളുടെ പ്രഖ്യാപനം അടുത്ത മാസം 6-ന് തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11-ന് നടക്കും. ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ ഡബിൾസ് ഫൈനലിൽ ഇന്ത്യയുടെ രോഹൻ ബൊപ്പണ്ണ സഖ്യത്തിന് ആദ്യ ഗ്രാൻഡ്സ്ലാം കിരീടം. മാത്യു എബ്ഡനൊപ്പം ഇറ്റാലിയൻ ജോഡികളായ സിമോൺ ബൊലെല്ലി, ആൻഡ്രിയ വവസോറി എന്നിവരെ 7-6, 7-5 എന്ന സ്കോറിനാണ് ബൊപ്പണ്ണ തോൽപ്പിച്ചത്. മെൽബണിൽ നടന്ന ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ സിംഗിൾസ് മത്സരത്തിൽ അരീന സബലങ്കയ്ക്ക് കിരീടം. ചൈനീസ് താരം ഷെയ്ൻ ക്വിൻ വെന്നിനെ 6-3, 6-2-നാണ് ബെലറൂസ് താരം പരാജയപ്പെടുത്തിയത്. ആദ്യ സെറ്റിൽ വെറും 33 മിനിറ്റുകൾക്കാണ് 6-3 എന്ന സ്കോർ സബലങ്ക നേടിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. ന്യൂഡൽഹിയിലെ കരിയപ്പ പരേഡ് ഗ്രൌണ്ടിൽ നടന്ന വാർഷിക NCC PM റാലിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്തു. കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും രാജ്ഭവനും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം Z+ സുരക്ഷ ഏർപ്പെടുത്തി. CRPFനാണ് സുരക്ഷാ ചുമതല. നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് മുഖാമുഖങ്ങളും ജനകീയ സംവാദങ്ങളും തുടരുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ 23 വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് അടുത്ത മാസം 22-ന്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിന്റെ 109-ാം പതിപ്പ് നാളെ. ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം അരീന സബലങ്കയ്ക്ക്. പുരുഷ ഡബിൾസിൽ രോഹൻ ബൊപ്പണ്ണ സഖ്യത്തിന് ആദ്യ ഗ്രാൻഡ്സ്ലാം കിരീടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25-ന്.